പണ്ട് അതായത് വർഷങ്ങൾക്ക് മുമ്പ് ജൂനിയർ എൻടിആറും കിങ് മൗലിയും കൂടി പണിയൊരു പണ്ണക്കമാണ് സിംഹാതിരി. തെലുങ്ക് ദേശത്തേക്ക് നാടുവിട്ടുപോയ വിനു മോഹൻ തിരിച്ച് കേരളത്തിൽ വന്ന് കേരള ജനക്കൂട്ടത്തെ രക്ഷിക്കുന്നതാണ് സിനിമയുടെ പശ്ചാത്തലം. എന്നാൽ കേരളത്തിൽ വന്ന ഗാരു ചെയ്യുന്നത് അപ്പൊ സിനിമയിലേക്ക് വരാം. ആദ്യം തന്നെ തെലുങ്ക് നാട്ടിലെ ഒരു നാട്ടുപ്രമാണിയാണ് പിങ്കളദേവൻ നാസർ. നാട്ടുകാരെ രക്ഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അറിയാലോ, കുറച്ച് ബാഡ് ആംഗിൾസിന് അത് ഇഷ്ടമാവില്ല. അത് ഇഷ്ടമാവാത്ത ബാഡ് ആംഗിൾസ് പിങ്കളദേവനെ പ്രസാദത്തിൽ വിഷം കൊടുത്ത് കൊല്ലാൻ പ്ലാൻ ചെയ്യും. അത് രഹസ്യമായിട്ട് അറിഞ്ഞ വിനുമോഹന്റെ ചെറുപ്പകാലത്തെ അങ്കിൾസ് എല്ലാരും കൂടി ഒരു കുടിലിൽ പൂട്ടിയിടും. അവിടെ കിടന്ന് വിനുമോഹൻ അലറി വിളിച്ചിട്ടും പിങ്കളദേവൻ കേൾക്കാത്തത് കൊണ്ട് വിനുമോഹൻ ആ കുടിലിൽ തീയിട്ട് പിങ്കളദേവനെ അറിയിക്കും. ആ സംഭവത്തോടെ വിനുമോനെ പിങ്കു ദത്തെടുത്ത് ഒരു അടിമക്കണ്ണനായിട്ട് വളർത്തും. അങ്ങനെ വിനുമോഹൻ വളർന്നു വലുതായി ഒരു ദിവസം അമ്പലത്തിൽ കൊടുക്കാനായിട്ട് ഒരു കിരീടം തയ്യാറാക്കിക്കൊണ്ട് പോവുകയാണ് പിങ്കുക്കുട്ടി. എന്നാൽ ആ കിരീടം ചില കള്ളന്മാർ ഒരു കുരങ്ങിനെ വിട്ട് മോഷ്ടിക്കും. റബ്ബർ പാല് കുടിച്ചോണ്ട് വന്ന വിനുമോഹൻ ഇതറിഞ്ഞ ഉടനെ ചാടിപ്പറന്ന് എൻടിആറിന്റെ അപ്പൂപ്പൻ സീനിയർ എൻടിആറിന്റെ കയ്യിലുള്ള ചക്രം എടുത്ത് ഏറിൽ നിന്ന് അത് കറക്കി വില്ലന്മാരുടെ നെഞ്ചത്തെറിയും. എന്നിട്ട് ഒരു സിഗരറ്റ് എടുത്ത് വായിൽ വെച്ചിട്ട് ഗാരുവിന്റെ ചോര പുരണ്ട കത്തി വെച്ചിട്ട് തീപ്പെട്ടി കത്തിക്കും. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. എന്റെ ബ്ലഡിലുള്ള ചൂട് നിനക്ക് ഇനി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമല്ലോ. എന്നിട്ട് ഗാരു ഒരു മീശയുടെ അറ്റം ചൊറിയുമ്പോൾ ബാക്കിൽ നിൽക്കുന്ന ഒരുത്തൻ പറന്നു പോകും. പടം തുടങ്ങി 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇമ്മാതിരി കത്തി. ശേഷം ഗാരുവിന്റെ ഒന്നാമത്തെ മുറപ്പെണ്ണ് വന്നിട്ട് അയ്യോ എന്നെ കൊന്നേ, കള്ളൻ കള്ളൻ കള്ളൻ, എടാ ഹരി നീ എവിടെയാ, ഒന്ന് വേഗമാ. ആഹാ, എന്നെ ഈ കള്ളനെന്ന് കരുതി തന്നെ പിടിച്ചത്. ഈ തെലുങ്ക് ദേശത്തെ സിനിമകളുടെ പ്രത്യേകത എന്തെന്നാൽ എല്ലാ മുറപ്പെണ്ണിനും നായകന്മാരെ വേണം. എന്നാൽ നായകനാണെങ്കിലോ പെണ്ണിനെ കണ്ണെടുത്താൽ കണ്ടൂടാ. അതേ സെയിം പോളിസി തന്നെയാണ് ഗാരു ഇതിലും ഫോളോ ചെയ്യുന്നത്. റൈറ്റേഴ്സിനെ വിളിക്ക്, സ്ക്രിപ്റ്റ് തരുന്നത് അവള് എന്നെ കണ്ട ഡയലോഗ് എന്ന് പറയട്ടെ. എന്നാൽ മുറപ്പെണ്ണ് വെറുതെ വിടുവോ? അപ്പൊ നിനക്ക് അവനോട് ലവ് ആണല്ലേ? മാംഗല്യം അയ്യോ ദാരിദ്ര്യം. വിനുമോഹനെ കിട്ടാൻ വേലക്കാരി ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കും. അതെന്താന്ന് വെച്ചാൽ മുറപ്പെണ്ണിന് പേടിയുള്ള കട്ടുറുമ്പിനെ എടുത്ത് ഡ്രസ്സിന്റെ ഉള്ളിൽ ഇട്ടാൽ അത് കൈയിട്ടെടുത്ത് രക്ഷിക്കാൻ ഗാരു വരും. ആ രക്ഷാപ്രവർത്തനത്തിന് ശേഷം നിങ്ങളുടെ ഒരു ഡാൻസ് കൂടി ആവുമ്പോൾ കല്യാണം സെറ്റ്. അങ്ങനെ കട്ടുറുമ്പിനെ എടുത്ത് ഉള്ളിലിടുമ്പോൾ വളരെ നാച്ചുറൽ ആയിട്ട് ഗാരു അവിടെ വരും. എന്ത് പറ്റി? എന്റെ ഡ്രസ്സിനകത്ത് കട്ടുറുമ്പ് കയറി, എനിക്ക് ഭയങ്കര പേടിയാ. ഓ ഇവിടെയായിരുന്നോ? മോനെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. മോനെ മനസ്സിൽ മറ്റൊരു ലഡ്ഡു പൊട്ടി. പാന്റിന്റെ അകത്ത് പോയ കട്ടുറുമ്പിനെ എടുക്കാൻ ഗാരു മുറപ്പെണ്ണിന്റെ പൂക്കളിൽ ശർക്കര പെരട്ടിയിട്ട് കട്ടുറുമ്പിനെ പുറത്തിറക്കിയിട്ട് അതിനെ അടിച്ചു കൊല്ലും. ഒന്ന് കൊണ്ടുപോടേ. ബാലയുടെ കുറുമ്പത്തരങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വിനുമോഹന്റെ കുറുമ്പത്തരങ്ങളൊക്കെ ഒരു പൊടിക്ക് താഴെയാണ് അല്ലേ ഗാരു? ഈ മുറപ്പെണ്ണ് കൂടാതെ ഗാരുവിന് തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ഒരു മുറപ്പെണ്ണ് കൂടിയുണ്ട്. സ്ഥിരതയില്ലാത്ത മുറപ്പെണ്ണിനും ഗാരുവിനോട് ഒടുക്കത്തെ പ്രേമം. അങ്ങനെ 2 കുറ്റികളെയും കുറ്റിയടിച്ച് ബാലൻസ് ചെയ്തുകൊണ്ട് പോവുകയാണ് ഗാരു. അപ്പോഴാണ് പിങ്കുക്കുട്ടി ഗോൾഫ് വിളയാടാൻ പോകുന്നത്. അവിടെ വെച്ച് അമിതാഭ് ബച്ചൻ വന്നിട്ട് പിങ്കുവിനെ ഊക്കി വിടും. കള്ളക്കടയാടിക്കളവ ഈ പ്രായത്തിൽ വീട്ടിൽ രാമായണവും വായിച്ചിരിക്കാതെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചുകൊണ്ട് കോപം കൊണ്ട് ജ്വലിച്ച ഗാരു ഒന്നും ചെയ്യാതെ തിരിഞ്ഞു നടന്നു പോകുമ്പോൾ അമിതാഭ് ബച്ചൻ വിട്ട ഉണ്ട ഗാരു തിരിഞ്ഞുപോലും നോക്കാതെ പിടിക്കും. അങ്ങ് ഹോളിവുഡിൽ സ്പൈഡി സെൻസ് ഒക്കെ ഉണ്ടാവും മുമ്പേ ഇങ്ങ് ടോളിവുഡിൽ എൻടിആറിന്റെ എൻഡി സെൻസ് ഉണ്ടെന്ന് പോയി പറഞ്ഞു കൊടുക്കടാ. തിരിച്ച് വീട്ടിലെത്തിയ ഗാരു പിങ്കുവിനെ കുളിക്കാൻ കയറ്റിയിട്ട് ബുള്ളറ്റും എടുത്ത് പറന്ന് ഗോൾഫ് ക്ലബിലേക്ക് പോകും. എന്നിട്ട് ക്ലബിലെത്തിയ ഗാരു അവന്റെ മർമ്മസ്ഥാനത്തിട്ട് കീച്ചും. എന്നിട്ട് ആ ഗോൾഫ് ബോൾ എടുത്ത് ലഡ് പൊടിക്കണ പോലെ പൊടിക്കും. നന്നായിട്ടുണ്ട്. രാജമൗലിയുടെ നല്ല രാജ അപരാധം. എന്നിട്ട് പിങ്കുക്കുട്ടി കുളിച്ചിറങ്ങും മുമ്പേ ഗാരു വീണ്ടും ബുള്ളറ്റും എടുത്തോണ്ട് പോയി പിങ്കുവിനുള്ള മുണ്ടുമായിട്ട് കക്കൂസിന്റെ മുമ്പിൽ നിൽക്കും. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഇടികൊണ്ട് പഴുത്ത ബച്ചനെ കണ്ട ഒരു ഡോക്ടർ പറയും, അയ്യോ ഇതൊരു സാധാരണക്കാരൻ അടിച്ച അടിയല്ല കേട്ടോ, ഇത് നരസിംഹൻ അടിച്ച അടിയാണെന്ന്. അതെ ഗൈസ്, വിനു മോഹന് ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അടി കഴിഞ്ഞ നരസിംഹൻ നാട്ടിലെ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും വിത്ത് മുറപ്പെണ്ണ്. അപ്പോഴാണ് പിങ്കുക്കുട്ടി ഒന്നാമത്തെ മുറപ്പെണ്ണുമായിട്ട് ഗാരുവിന്റെ കല്യാണം ഫിക്സ് ആക്കുന്നത്. ആ സന്തോഷത്തിൽ ഒരു ഡാൻസ്.
ഡാൻസിന് ശേഷം തലയ്ക്ക് സ്ഥിരതയില്ലാത്ത മുറപ്പെണ്ണുമായിട്ട് വിനുമോഹൻ കുംഭമേളയ്ക്ക് പോകുമ്പോൾ കേരളത്തിൽ നിന്നും വിനുമോഹനെ തപ്പി വിനുമോഹന്റെ പഴയ പ്രൊഡ്യൂസർമാര് വരും. എന്നിട്ട് പറയും, മോൻ മലയാള സിനിമ വിട്ടത് നന്നായി, ഇപ്പോൾ അവന്മാരുടെ സിനിമകളൊക്കെ കോടികൾ ലാഭം കൊയ്യുന്നുണ്ടെന്നൊക്കെ. അത് കേട്ട് കോപം കൊണ്ട് ജ്വലിച്ച വിനുമോഹൻ അവരെ വെട്ടിക്കൊല്ലും. അവിടെ വെച്ച് തലയ്ക്ക് സ്ഥിരതയില്ലാത്ത പെണ്ണിന് തലയ്ക്കൊരു അടി കിട്ടുമ്പോൾ സ്ഥിരത തിരിച്ചു കിട്ടും. ഓൺ ദ സ്പോട്ടിൽ അവള് പോയി വിനുമോഹനെ കുത്തും. സംഭവം വിനുമോഹന്റെ ഏതോ മലയാള സിനിമ പുള്ളിക്കാരി കണ്ട കാര്യം ഓർത്ത് കാണും. അത് തന്നെ സംഭവം. അങ്ങനെ ഗാരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു. അപ്പോഴേക്കും വേണ്ട കേരള ദേശത്തിൽ നിന്നും ഒരു കൂട്ടം ആൾക്കാർ KSRTCയിൽ കയറി തെലുങ്ക് ദേശത്തേക്ക് വന്നിറങ്ങും. അപ്പോഴാണ് CID മൂസയിലെ വില്ലൻ വന്നിട്ട് പറയുന്നത്, എന്ന് ഒരുമിച്ചിരുന്ന് മോന്തെന്ന് റോയ് ചാൻ അറിയോ ഇയാൾ ആരാണെന്ന്? ഇല്ല, അറിയില്ല, അറിയിക്കില്ല. ഇയാള് മലയാള സിനിമയിൽ നിലം തൊടാതെ ബോംബുകൾ ഇട്ട് പൊട്ടിച്ച് അമ്മാനമാടിയ ഗാലക്സി സ്റ്റാർ വിനുമോഹൻ. അപ്പൊ ഫ്ലാഷ് ബാക്ക് എന്താന്ന് വെച്ചാൽ വിനുമോഹൻ പണ്ട് കേരളത്തിലായിരിക്കുന്ന സമയത്ത് കേരളം ഭരിച്ചുകൊണ്ടിരുന്നത് കുറച്ച് ബാഡ് ബോയ്സ് ആയിരുന്നു. അവർ എന്ത് പോക്കൃത്തരം കാണിച്ചാലും അവിടുത്തെ പോലീസുകാർ നോക്കുകുത്തികളെ പോലെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കുകയാണ് പണ്ട് കല്യാണം കഴിഞ്ഞ് ഒളിച്ചോടി പോയ പിങ്കുദേവന്റെ മോളെ തപ്പിപ്പിടിച്ച് അവർ തമ്മിൽ ഒന്നിപ്പിക്കാൻ വിനുമോഹൻ കേരള മണ്ണിൽ കാലുകുത്തുന്നത്. ഇവരുടെ മകളാണ് ഈ തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ഈ കുട്ടി. അങ്ങനെ ഗാരു അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞും പിടിച്ചും പരിഹരിക്കും. എന്നിട്ട് തെലുങ്ക് ദേശത്ത് പോകാൻ സെറ്റായിട്ട് നിൽക്കുമ്പോഴാണ് കേരളത്തിലെ ബാഡ് ബോയ്സ് വന്നിട്ട് ഈ അമ്മയോട് ഒരു ചെറ്റത്തരം പറയുന്നത്. നിന്റെ ബ്രായുടെ സൈസ് എത്ര? അത് കേട്ട് ദേഷ്യം വന്ന അമ്മ അവനിട്ടൊന്ന് പൊട്ടിക്കും. അത് കേട്ട് ദേഷ്യം വന്ന അവൻ ആ അമ്മയെ കൊന്നിട്ടങ്ങ് പോവും. കോപം കൊണ്ട് ജ്വലിച്ച വിനുമോഹൻ ബാഡ് ബോയ്സിനെ എല്ലാരെയും ട്രിവാൻഡ്രം സിറ്റിയിൽ കൂടി ഓട്ടിച്ചിട്ട് പ്ലക്കും. ഇതറിഞ്ഞ ഇവന്റെ ചേട്ടൻ ഗാരുവിനെ കൈരളി TVയിൽ ലൈവ് ഇട്ട് വെല്ലുവിളിക്കും. ഗാരു ആലോചിക്കുക, ഇത് ഏതാ ഈ പുതിയ പരിപാടി? സാധാരണ ഈ സമയത്ത് വലിയേട്ടനല്ലേ വരാനുള്ളത്? അങ്ങനെ ഗാരു അവിടെ പോയി എല്ലാരെയും അടിച്ചു തൂഫാനാക്കുന്നു. കേരളക്കരയുടെ ഡോൺ ആവുന്നു. ഡോൺ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഗാരുവിനെ 50 പേർ ചേർന്ന് വളഞ്ഞ് വെടിവെക്കാൻ നിന്നാലും അവന്മാരുടെ ജനനേന്ദ്രിയം തുളയ്ക്കാൻ തോക്ക് ഭൂമിന്റെ അടിയിൽ നിന്നും പിളർന്നു വരും. എന്നാൽ ഗാരുവിന്റെ ഈ പ്രവൃത്തിയോട് യോജിപ്പില്ലാത്ത മുറപ്പെണ്ണ മാമനും തെലുങ്ക് ദേശത്ത് പോവാൻ ഒരുങ്ങുമ്പോൾ ഈ ചേട്ടൻ വില്ലൻ മാമന്റെ പെട്ടിയിൽ ഒരു ബോംബ് അങ്ങ് വെക്കും. ആ ബോംബ് പൊട്ടിത്തെറിച്ച് ട്രെയിനിലുള്ളവർ ചാവാതിരിക്കാൻ ഗാരു അങ്ങനെ വെടിവെച്ചിടും. ഇത് കണ്ട മുറപ്പെണ്ണിന് ഭ്രാന്തുമാവും. അങ്ങനെയാണ് വിനുമോഹൻ മലയാള ഫിലിം ഇൻഡസ്ട്രി വിട്ടിട്ട് ടോളിവുഡിലേക്ക് വന്നത്. മലയാള സിനിമയ്ക്ക് എന്നും അതൊരു തീരാ നഷ്ടം. കുത്തുകൊണ്ട് കിടക്കുന്ന ഗാരു നേരെ ചെന്ന് 2 നായികമാരെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ഒരു ഐറ്റം ഡാൻസ്. ഡാൻസ് കഴിഞ്ഞ് ഉഷാറായി നിൽക്കുമ്പോൾ ദേണ്ട ചേട്ടൻ വില്ലൻ ഹോസ്പിറ്റലിൽ ഹോളി ആഘോഷിക്കാൻ വരും. ഗാരുവിന് കളർ പൊടി കിട്ടാത്ത ദേഷ്യത്തിൽ മണ്ണെടുത്ത് നെഞ്ചിൽ പൊത്തുമ്പോൾ ദേണ്ട അവിടെ ബോംബ് പൊട്ടുന്നു, എല്ലാരും ചാവുന്നു. എന്നിട്ട് അവസാനം 2 പേരിൽ ആരെ കെട്ടുമെന്നുള്ള സംശയത്തിൽ നിൽക്കുന്ന ഗാരുവിന്റെ കുടുംബത്തിനെ ആസാക്കിക്കൊണ്ട് ഗാരു രാജമാതയുടെ കൂടെ ഐറ്റം ഡാൻസ് കളിച്ചുകൊണ്ട് പോവും. ശുഭം. ബൈ ദ ബൈ, ഈ പടം തെലുങ്ക് ദേശത്ത് ഇൻഡസ്ട്രി ഹിറ്റ് ആയിരുന്നു കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കൂ ബൈ. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ വലിച്ചു കീറണമെന്ന് തോന്നിയിട്ടുള്ള സിനിമകൾ കമന്റിൽ അറിയിച്ചാൽ വരും ദിവസങ്ങളിൽ നമ്മളത് വീഡിയോസ് ആക്കി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.